വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ നിന്ന് കൃത്യമായി സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. നോക്കിയാൽ കാണാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു ഏരിയയുടെ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവലിന്റെ താഴെയാണ് മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത്. അതായത് നല്ലൊരു കൺസോളേഷൻ ലെവലാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. മാത്രമല്ല, ബ്രേക്ക്ഔട്ട് തന്ന ലെവലാണ്. ആ ലെവലിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ FEGയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടും കൂടിയാണ് പോകുന്നത്. മാർക്കറ്റിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഒരു അപ് ട്രെൻഡ് ആണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മൊത്തം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്ന് എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും മൊമെന്റിന് പ്രധാനപ്പെട്ട ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെയും സപ്പോർട്ട് ഏരിയയുടെയും ഉള്ളിലാണ് മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതാണ് ഇപ്പൊ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. 3219.600, അതുപോലെ തന്നെ 3207.154 ആണ് ഈ കാണുന്ന സപ്പോർട്ട് ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മുകളിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ലെവലിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് തന്ന് താഴോട്ടേക്ക് വന്ന ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട്, കാരണം കുറച്ചും കൂടി നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിൽ ഒരു FEGയും കൂടി ഉണ്ട്. ആ ഒരു FEGയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് റേഞ്ച് 3328.385 ആണ്. അതുപോലെ തന്നെ 3311.329 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു FEG ഏരിയ ഉണ്ട്. FEG ഏരിയയും ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടി ഉള്ളത് കൊണ്ട് അതിനും കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. FEG ഏരിയ എന്ന് പറയുമ്പോൾ മുകളിലും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അതായത് മുകളിൽ നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയും കൂടിയിലാണ്. എന്നിരുന്നാലും കുറച്ച് ഭാഗം ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ഒരിക്കൽ കൂടി FEG എടുക്കുന്നത്. FEGയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3306.259, അതുപോലെ 3286.438 ആണ്. അപ്പോൾ ഇതാണ് മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയാസ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്ന ലെവല് ഏറെക്കുറെ ഈ ലെവലിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിലെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 3180.419, അതുപോലെ 3153.222 ആണ്. ഇനി മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവല് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീക്ക് ലോയും കൂടിയാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിലായിരുന്നു മാർക്കറ്റ് നിന്ന് കയറിപ്പോയിരുന്നത്. നോക്കിയാൽ കാണാം, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് വന്നിട്ട് കയറിപ്പോയിരുന്നത്. ആ ഒരു റേഞ്ചിനെ നമ്മൾ ഇതിന് മുന്നത്തെ അനാലിസിസിലൊക്കെ കൃത്യമായി മാർക്ക് ചെയ്തതാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടിയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഈ റേഞ്ചിന്റെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ആ റേഞ്ചിന്റെ പ്രൈസ് വരുന്നത് 3131.557, അതുപോലെ 3089.611 ആണ്. ഇത്രയാണ് ഇപ്പോ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ഇങ്ങനെ പോകുന്നത് കാണാം. ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ട്രെൻഡ് ലൈനിൽ വരിക എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനായിരിക്കും കൂടുതൽ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത്
ഈ ട്രെൻഡ് ലൈനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി ഒരു വീക്ക് റീടെസ്റ്റ് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നാൽ, അതായത് ഇപ്പൊ നിൽക്കുന്ന സപ്പോർട്ട് ഏരിയ മാറി റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും, ആ വീക്ക് റീടെസ്റ്റ് വന്നിട്ട് ചെറുതായിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും കൺഫർമേഷൻ എടുക്കുകയാണ്, സ്ട്രോങ് ആയിട്ടൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിൽ തന്നെ, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് ലൈൻ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബ്ലാക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നിന്ന് ചിലപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങളിലായിട്ട് കൺസോളേഷനിൽ നടക്കുകയാണ്. അപ്പോൾ കൺസോളേഷൻ്റെ ഹൈ എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ സെല്ലേഴ്സ് പ്രസൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടൊന്ന് താഴോട്ടേക്ക് വരാം. താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ലെവലിൽ നോക്കിയാൽ കാണാം ഒരു റെസിസ്റ്റൻസ് ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഏരിയനെ അടയാളപ്പെടുത്തി അതിന്റെ പ്രൈസും ഒന്ന് മാർക്ക് ചെയ്തിടാം. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3238652, അതുപോലെ 3230513 ആണ്. അപ്പൊ ആ ഒരു ലെവലിൽ ഒരു പക്ഷേ മാർക്കറ്റ് വന്നതിന് ശേഷം വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി നമ്മൾ മാർക്ക് ചെയ്ത FEGയിലേക്കും റെസിസ്റ്റൻസ് ഏരിയയിലേക്കോ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. മാർക്കറ്റ് മുകളിലേക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ലൈനിന്റെ മുകളിൽ നിന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ എൻട്രി കിട്ടും. അതൊരു പക്ഷേ ലോങ് റണ്ണിന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയും അതുപോലെ 50 മിനിറ്റ്സ് റെസിസ്റ്റൻസ് ഏരിയയും ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടിയും കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് ഒരുപക്ഷെ ചിലപ്പോൾ ഈ വീക്ക് ലോയിനെ എടുത്തിട്ട് ഈ പറഞ്ഞ ആക്ഷൻ ഒന്ന് എടുക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷൻ വീണ്ടും സാധ്യത കാണുന്നുണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഈ ഒരു ബ്ലാക്ക് ലൈനിന്റെ മുകളിലേക്ക് മാക്സിമം ട്രേഡ് ബൈ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രധാനപ്പെട്ട പ്രൈസ് പോയിന്റും അനാലിസിസും. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നിങ്ങളുടെ സ്വന്തമായ അനാലിസിസും കൂടി ഇതിൽ നോക്കി കണ്ടും അതുപോലെ തന്നെ നിങ്ങളുടേതായ വിവരങ്ങൾ ശേഖരിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ആരും ബ്ലൈൻഡ് ചെയ്ത് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.